എൻ്റെ കൂട്ടുകാരെ സഹോദരങ്ങളെ എല്ലാവർക്കും ഒരു നമസ്കാരമുണ്ട്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? ആരാരും ഡ്യൂട്ടിയിലൊക്കെയാണോ? ഊണ് കഴിക്കേണ്ട സമയമായില്ലല്ലേ? ഞാനിവിടെ എല്ലാം ഇന്ന് റെഡിയാക്കി. ലത വന്നില്ലെന്ന് കേട്ടോ. ലത ഇന്നലെ ശാർക്കര അമ്പലത്തിൽ ഉത്സവം, അതിന് പോയിട്ട് വന്ന് ക്ഷീണം. പിന്നെ ലതയുടെ വീട്ടിന് അടുത്തൊരു അമ്പലത്തിൽ ഇന്ന് ഉത്സവം. അങ്ങനെ ലതയുടെ അമ്മയും എല്ലാവരും വന്നിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് ലത ഇന്ന് വന്നില്ല. ഞാനങ്ങനെ ഇന്നെല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ചോറ് റേഷൻ അരിയാണ് കേട്ടോ. നമുക്ക് മറ്റേ അരി ചുമന്ന അരി തീർന്നു പോയി. അങ്ങനെ റേഷൻ ഇട്ട് വെച്ചു. എനിക്ക് റേഷൻ ചോറ് നല്ല ഇഷ്ടമാണ്. നല്ല മെഴുമെഴായിരിക്കും റേഷൻ ചോറ്, നല്ല ഇഷ്ടമാണ്. പിന്നെ ചക്ക എരിശ്ശേരിയാണ് ആക്കിയത് കേട്ടോ. എരിശ്ശേരിയാണ് ആക്കിയത്. ഒന്നിനൊന്നും കറിവേപ്പിലയില്ല. അതുകൊണ്ട് രസമല്ലേ കാണാൻ. കറിവേപ്പിലയില്ല. ചക്ക എരിശ്ശേരിയാണ്. 2 ചക്കക്കുരുവും കൂടെ ഇട്ടിട്ട് ചക്ക എരിശ്ശേരി വെച്ച്. പിന്നെ ഇത് ചക്കക്കുരു മുരിങ്ങാക്കായും കൂടെ അവിയൽ ഇച്ചിരി ഒന്ന് ചേർത്ത് വെച്ച് കേട്ടോ. ഒന്നൊന്നായിട്ടല്ല, പിഞ്ച് മുരിങ്ങാക്കായിരുന്നേ. അതുകൊണ്ടൊന്ന് ഇതായിട്ടുണ്ട്. ഇച്ചിരി ഒന്ന് അമ്മാമ്മയ്ക്കൊക്കെ കൊടുക്കുന്നില്ലേ, അപ്പോൾ ഇങ്ങനെ കമ്പ് കണക്കിരുന്നാൽ അവർക്കങ്ങനെ കഴിക്കാനും ബുദ്ധിമുട്ടല്ലേ. ഇതിൽ നമ്മൾ ഒരു ശകലം ചുമന്ന ഉള്ളി, ജീരകം, തേങ്ങ, പച്ചമുളക്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ശകലം വെളുത്തുള്ളി, ചുമന്നുള്ളിയും കൂടെ ചതച്ചിട്ട് അവിയലിച്ചിരി നല്ലോണം അരഞ്ഞിട്ട് ചേർത്ത്. ചക്കയ്ക്കെന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ വെളുത്തുള്ളി, പച്ചമുളകും, ജീരകവും, തേങ്ങയും കേട്ടോ. പിന്നെ കടുവും വറുത്തൊഴിച്ച്. കറിവേപ്പില ഇല്ലെന്നേ ഉള്ളൂ. പിന്നെ രസം അറിയാമല്ലോ, രസം എങ്ങനെയെന്ന്. രസം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച്, കുരുമുളകും പിന്നെ പച്ചമുളക് കീറിയിട്ട്, പിന്നെ കടുവും വറുത്ത് ഉലുവ പൊട്ടിച്ച് ഒരു ശകലം കായവും കൂടെ ഇട്ട്. പിന്നെ മോര് കറി അറിയാമല്ലോ, മോര് കറി. പിന്നെ ഇന്നത്തെ പ്രധാന കറി എന്തെന്ന് വെച്ചാൽ പിന്നെ തെരച്ചി മീനാണ്. തെരച്ചി മീൻ അറിയാമല്ലോ, തെരച്ചി മീൻ പരന്ന് വാലൊക്കെ നീളത്തിനുള്ള പരന്ന അതാണ് കറി വെച്ചത്. അത് തേങ്ങ അരയ്ക്കാതെ മുളക് കറിയാണ് വെച്ചത്. പക്ഷേ ഇത്തിരി കട്ടിക്ക് വെച്ചിട്ടുണ്ട്. ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ ചതച്ച് കടുവറുത്ത് അതിലിട്ട് വഴറ്റി. അതിന് മുമ്പ് ഞാൻ ഉലുവയും കടുവും ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടെ ചതച്ച് ഇത് 3 കൂടെ ഒരുമിച്ചാണ് വഴറ്റിയിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് വഴറ്റി ഇച്ചിരി ഒന്ന് മയത്തിനാക്കി ഇട്ട്, പിന്നെ കുരുമുളകും കൂടെ ഇട്ട് കറി തിളച്ചതിന് ശേഷം പിന്നെ മീനിട്ട്. അതിനിടയ്ക്ക് ഞാൻ തക്കാളി ഇട്ട്, പച്ചമുളക് ഇട്ട്, കറിവേപ്പില ഇല്ലായിരുന്നു ഇടാൻ. നമ്മുടെ പിഴിഞ്ഞൊഴിക്കുന്ന പുളിയുണ്ടല്ലോ, പുളിയാണ് ഒഴിച്ചത്. അങ്ങനെ ഇന്ന് നമുക്ക് തെരച്ചിക്കറി. ലത വന്നിട്ടില്ല തെരച്ചി കൂട്ടാൻ. ലത എന്തുവാണെന്ന് അറിഞ്ഞില്ല. എന്നെ ചിക്കനൊക്കെ ആയിരിക്കും അമ്മയൊക്കെ വന്നിട്ടുള്ളതുകൊണ്ട് എന്നെ അടിച്ച് വിളിക്കുന്നുണ്ടായിരിക്കും. പിന്നെ കൂട്ടുകാരെ ടാറ്റാ. എല്ലാവർക്കും കഴിക്കേണ്ട സമയമായിട്ടില്ല അല്ലേ? എല്ലാവരും എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് തരണേ കേട്ടോ. ഓക്കെ കൂട്ടുകാരെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ടാറ്റാ.